ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മളിന്ന് എടുക്കുന്നത് വാംനികോമിനെ കുറിച്ചാണ്. വാംനികോം നമ്മുടെ എക്സാമിന് പലപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് വാംനികോം. അപ്പൊ ആ വാംനികോമിനെ കുറിച്ചാണ് നമ്മൾ ഇന്നൊരു ക്ലാസ് എടുക്കുന്നത്. അപ്പം ക്ലാസ്സിൽ നമ്മൾ എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്കറിയാം ഇന്ത്യയിലെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? NCUI-ക്കാണ് അല്ലെ? NCUI. ആ NCUI എഡ്യൂക്കേഷനും ഉണ്ട്, അതുപോലെ തന്നെ ട്രെയിനിങ്ങും ഉണ്ട്. ഓക്കെ, എഡ്യൂക്കേഷന് വേണ്ടി ഏത് സ്ഥാപനമാണ്? നാഷണൽ സെന്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. അതായത് ഇൻസ്ട്രക്ടേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനം. ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതാ സ്ഥാപനം? നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. ഈ NCCT-ക്ക് കീഴില് 3 ടയർ സ്ട്രക്ചറിലാണ് ട്രെയിനിങ്. എത്രയാണ്? 3 ടയർ സ്ട്രക്ചർ ആണ്. ഏറ്റവും മുകളില് വാംനികോം ആണ്. വാംനികോം, നടുക്കായിട്ട് RICM അല്ലെങ്കിൽ ICM, ദെൻ ഏറ്റവും താഴത്തായിട്ട് ജൂനിയർ ട്രെയിനിങ് സെന്റർ JTC അല്ലെങ്കിൽ സബോർഡിനേറ്റ് ട്രെയിനിങ് സെന്റർ. അപ്പൊ ഈ ഒരു സംവിധാനത്തിലാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ പറയുന്നുണ്ട് NCCT ഹാവിങ് എ 3 ടയർ സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. എത്രയാണ്? 3 ടയർ സംവിധാനമുള്ളത്. 3 ടയർ. അത് ഒരിക്കലും എക്സാമിന് ചോദിച്ചാണ്. 3 ടയർ സംവിധാനമാണ്. അതിലെ അപ്പെക്സ് ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിളിക്കുന്ന പേരെന്താണ്? അപ്പെക്സ് ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? NCCT ആണ്. അപ്പെക്സ് ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? NCCT ഏതാണ്? വാംനികോം ആണ്. NCCT അല്ല, വാംനികോം. ഓക്കെ, അപ്പെക്സ് ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അണ്ടർ NCCT. NCCT-ക്ക് കീഴിലുള്ള അപ്പെക്സ് ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? വാംനികോം ആണ്. വാംനികോം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പെക്സ് ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ എന്നായിരിക്കും ചോദ്യം വരുന്നത്. ഏതാണ്? വാംനികോം ആണ്. 2 മിഡിൽ ലെവലിൽ ആരുണ്ട്? RICM ഉണ്ട്, ICM ഉണ്ട്. റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഉണ്ട്. ലോവർ ലെവൽ ഏതുണ്ട്? ലോവർ ലെവലില് സബോർഡിനേറ്റ് ട്രെയിനിങ് സെന്റർ അല്ലെങ്കിൽ ജൂനിയർ ട്രെയിനിങ് സെന്റർ. എന്താണ്? സബോർഡിനേറ്റ് ട്രെയിനിങ് സെന്റർ അല്ലെങ്കിൽ ഏതാണ്? ജൂനിയർ ട്രെയിനിങ് സെന്റർ. ഇത് ഓരോ സംസ്ഥാനങ്ങളിലും ഇതിന്റെ നടത്തിപ്പാർക്കാണ്? അതാത് സംസ്ഥാനങ്ങളിലെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുകൾക്കാണ്. ആർക്കാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുകൾക്കാണ്. അപ്പൊ ഇതാണ് നിലവില് നമ്മുടെ NCCT കീഴിലുള്ള ട്രെയിനിങ് ഘടന. അപ്പെക്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വാംനികോം, മിഡിൽ ലെവലില് RICM ICM, ലോവർ ലെവലില് JTC ജൂനിയർ ട്രെയിനിങ് സെന്റർ ആൻഡ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ട്രെയിനിങ് സെന്റർ മാനേജ്ഡ് ബൈ അതാത് സംസ്ഥാനങ്ങളിലെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഇതാണ് ആ ഘടന. ഓക്കെ, then idea of having a center for providing training and educational facilities was noted by VL Mehta and LM Joshi. ആ പേരൊന്ന് ഓർത്ത് വെച്ചേരാം കേട്ടോ. ഇന്ത്യയിലെ ആദ്യമായിട്ട് ഒരു ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിദ്യാഭ്യാസവും പരിശീലന പരിപാടികൾക്ക് വേണ്ടിയിട്ട്, ഏതില്? സഹകരണ മേഖലയിലെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സെന്റർ ആരംഭിക്കണം എന്ന ഒരു ആശയം ആദ്യമായിട്ട് ഉടലെടുത്തത് ആരിലാണ്? VL മെഹ്തയും അതുപോലെ തന്നെ LM ജോഷി എന്ന് പറയുന്ന 2 കോപ്പറേറ്റേഴ്സിനിടയിലാണ്. അവര് VL മെഹ്തയും LM ജോഷിയും സ്റ്റാർട്ടഡ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവർ ആരംഭിച്ചു. ഇമ്പോർട്ടന്റ് ആണ് ഇത്. ഒരിക്കൽ എക്സാമിന് ചോദിച്ചതാണ്. നെയ്മഡ് ദ പ്രൊവിൻഷ്യൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താ അതിന്റെ പേര്? പ്രൊവിൻഷ്യൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. ബോംബെയിലാണ് ഇത് ആരംഭിച്ചത്. ഏത് വർഷം? 1918. എന്താ പറഞ്ഞത്? ഐഡിയ ഓഫ് ഹാവിങ് എ സെന്റർ ഫോർ പ്രൊവൈഡിങ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് വാസ് നോട്ടഡ് ബൈ ആരാണ്? VL മെഹ്ത ആൻഡ് LM ജോഷി. അവർ ആദ്യമായിട്ടൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ ആരംഭിച്ചു? ഫസ്റ്റ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു. പ്രൊവിൻഷ്യൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ പേരിൽ, പ്രൊവിൻഷ്യൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ പേരിൽ എവിടെ ആരംഭിച്ചു? ബോംബെയിൽ ആരംഭിച്ചു. എന്നാരംഭിച്ചു?
1918. ആരാ ആരംഭിച്ചത്? VL മെഹ്തയും LM ജോഷിയും. ഓക്കെ, പറയുന്നുണ്ട് വാംനികോം ഈസ് ദ അപ്പെക്സ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ അപ്പെക്സ് സ്ഥാപനമാണ് ഏത്? വാംനികോം. എന്താണ്? വാംനികോം ഈസ് ദ അപ്പെക്സ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ. ഏതാണ്? വാംനികോം ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതില് ഏത് കമ്മിറ്റിയാണ് പറയുന്നുണ്ട്? ദ സരയ്യ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്ലാനിംഗ്, അല്ലെങ്കിൽ ദ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ഹെഡഡ് ബൈ RG സരയ്യ recommended the establishment of a cooperative training college at the state level and central level. അപ്പം സ്റ്റേറ്റ് ലെവൽ, സംസ്ഥാന തലത്തിലും സെൻട്രൽ ലെവലിലും കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് ആരംഭിക്കണം. അതുപോലെ തന്നെ കോപ്പറേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കണം. ഇങ്ങനെയുള്ള റെക്കമെൻഡേഷൻ നൽകിയത് ആരാണ്? കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ഹെഡഡ് ബൈ RG സരയ്യ. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ പറഞ്ഞത് കോപ്പറേഷൻ എന്ന് പറയുന്നത് സ്കൂളുകളിലെയും കോളേജുകളിലും പഠന വിഷയമാക്കണം എന്ന് പറഞ്ഞത് സരയ്യ കമ്മിറ്റിയാണ്. പക്ഷെ അത് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ഹെഡഡ് ബൈ RG സരയ്യ തന്നെയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്നാലും ആ ഒരു റെക്കമെൻഡേഷൻ നൽകിയത് ആരാണ്? RG സരയ്യാണ്. പക്ഷെ ഈ പറഞ്ഞ റെക്കമെൻഡേഷൻ ഏതാണ്? സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും കോപ്പറേറ്റീവ് കോളേജ് ആരംഭിക്കണം എന്ന നിർദ്ദേശം കൊടുത്തത് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ഹെഡഡ് ബൈ RG സരയ്യ തന്നെയാണ്. രണ്ടും ഞാൻ പറഞ്ഞ പോയിന്റ് രണ്ടും RG സരയ്യ തന്നെയാണ്. പക്ഷെ കോപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്ട് സ്കൂളുകളിലും കോളേജുകളിലും പാഠ്യവിഷയമാക്കണം എന്ന് പറഞ്ഞത് ഈ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയുടെ അണ്ടറിലാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാര്യം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിന് കീഴിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ദ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ 1947 ഒരു കോപ്പറേറ്റീവ് കോളേജ് ആരംഭിക്കുന്നു. കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് അത് വർഷമാണ് 1947. When Vaikundha Mehta was the Minister for Finance, Corporation and Village Industries with a view to bringing concept of management training to the service of the cooperatives. അതായത് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം കൊടുക്കുവാൻ വേണ്ടിയിട്ട് 1947 ഒരു കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് ആരംഭിക്കുന്നു. അന്ന് ആരായിരുന്നു മിനിസ്റ്റർ? വൈകുണ്ഠ മെഹ്ത തന്നെയായിരുന്നു അതിന്റെ മിനിസ്റ്റർ ഫോർ ഫിനാൻസ്, കോപ്പറേഷൻ ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. അപ്പൊ ആ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ടൊരു കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ്. അതിന് മുമ്പ് ഉണ്ട് LM ജോഷിയും അതുപോലെ തന്നെ VL മെഹ്തയുടെ ഇതുണ്ട്, പ്രൊവിൻഷ്യൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് മറന്നിട്ടല്ല പറഞ്ഞത്. ഇന്ത്യയിലെ ഒരു കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് ആരംഭിക്കുന്നത് 1947 ഓക്കെ, ഇന്ത്യസ് ഫസ്റ്റ് ട്രെയിനിങ് കോളേജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1947. എവിടെയാണ് ആരംഭിച്ചത്? അറ്റ് പൂനെ. ഇന്ത്യസ് ഫസ്റ്റ് ട്രെയിനിങ് കോളേജ് എവിടെയാണ്? എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1947. എവിടെയാണ്? അറ്റ് പൂനെ. പൂനെയിലാണ് ഇത് ആരംഭിച്ചത്. 1947 ഓർമ്മയിൽ ഉണ്ടാവണം. Then in 1960 പൂനെ സെന്റർ വാസ് അപ്ഗ്രേഡഡ് ആൻഡ് നെയ്മഡ് ആസ്. 60 ഈ പൂനെ സെന്റർ ഉണ്ടല്ലോ, 47 ആരംഭിച്ച ഈ പൂനെ സെന്റർ ഇത് അപ്ഗ്രേഡ് ചെയ്തു. എന്നിട്ട് പേരൊന്ന് മാറി. എന്താ പേര്? നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയി. ഓക്കെ, കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് പൂനെ എന്ന് പറഞ്ഞത് എന്തായിട്ട് മാറി? നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയി. ഏത് വർഷം? 1960. ഏത് വർഷമാണ്? 1960. എന്താണ് പേര്? നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാറി. ഓക്കെ, then the Ministry of Community Development and Cooperation established the Central Institute of Management for Consumer Business at Bombay in 1964. ഇതിന്റെ എവല്യൂഷൻ പറയാം, വാംനികോമിന്റെ എവല്യൂഷൻ പറയാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേഷൻ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു? ദ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഫോർ കൺസ്യൂമർ ബിസിനസ്. എന്താണ്? ദ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഫോർ കൺസ്യൂമർ ബിസിനസ്, സിംകോബ്. എന്താ അതിന്റെ പേര്? സിംകോബ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഫോർ കൺസ്യൂമർ ബിസിനസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം എന്ന് ആരംഭിച്ചു? 1964. എവിടെ? ബോംബെയിൽ ആരംഭിച്ചു. ആരാരംഭിച്ചു? മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേഷൻ.
ഓക്കെ, ഇപ്പൊ നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഫോർ കൺസ്യൂമർ ബിസിനസ് സിംകോബ് എവിടെയാണ്? അറ്റ് ബോംബെ. ഏത് വർഷം? 1964. നോക്കിയേ, ഇൻ ദ ഇയർ 1964, അതേ വർഷം a high level working group appointed by government of India, a high level working group appointed by government of India under the chairmanship of Professor D.R. Gadgil assessed the training need of the cooperative sector and recommended the setting up of a national institute which would undertake the training of senior personnel in the cooperative institutions, departments, conduct fundamental and applied research and provide consultancy services, organize courses in business management for senior personnel in cooperative business organization and training the youth on various facets of management. അപ്പോൾ അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ഹൈ ലെവൽ സ്റ്റഡി ടീമിനെ അപ്പോയിന്റ് ചെയ്ത് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് D.R. ഗാഡ്ഗിൽ. അവരാണ് റെക്കമെൻഡ് ചെയ്തത് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കണം. ആ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സീനിയർ ലെവൽ മാനേജ്മെന്റ് ട്രെയിനിങ് കൊടുക്കണം. അതുകൂടാതെ കൺസ്യൂമർ മേഖലയിൽ ബിസിനസ് മാനേജ്മെന്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം, ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്ട് ചെയ്യണം. അങ്ങനെ പല ഉദ്ദേശത്തോടു കൂടി ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കണം എന്ന റെക്കമെൻഡേഷൻ കൊടുത്തത് ഹൈ ലെവൽ സ്റ്റഡി ടീം ആരാണ്? ഹെഡഡ് ബൈ D.R. ഗാഡ്ഗിൽ ആണ് 1964. ഓക്കെ, ആ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തില് എന്ത് ചെയ്തു? സിംകോബ്, നമ്മൾ നേരത്തെ പറഞ്ഞു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഫോർ കൺസ്യൂമർ ബിസിനസ്, സിംകോബ് 64 ബോംബെ. സിംകോബ് ഏത് വർഷമാണ്? 1964 ബോംബെ ആണ്. 1964 ബോംബെ. സിംകോബ് വാസ് മെർജ്ഡ് വിത്ത് നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. സിംകോബ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഫോർ കൺസ്യൂമർ ബിസിനസ് നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് മെർജ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപീകരിച്ചു. ഏതൊക്കെ ചേർന്നുകൊണ്ടാണ്? സിംകോബും. സിംകോബ് എന്താണ് നമ്മൾ പറഞ്ഞ സിംകോബ് കണ്ടോ? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഫോർ കൺസ്യൂമർ ബിസിനസ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഫോർ കൺസ്യൂമർ ബിസിനസ് ബോംബെ 1964. ഇതും ദെൻ നമ്മൾ പറഞ്ഞല്ലോ പൂനെ സെന്റർ അപ്ഗ്രേഡ് ചെയ്തു, നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാറി എന്ന് പറഞ്ഞില്ലേ. ഈ രണ്ട് സ്ഥാപനങ്ങളുടെ മെർജ് ചെയ്ത് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപീകരിച്ചു. ദെൻ പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് ഈ മേഖലയിൽ ഈ വേണ്ട ഹെൽപ്പ് ചെയ്ത നമ്മുടെ വൈകുണ്ഠ മേത്ത ഉണ്ടല്ലോ, അദ്ദേഹത്തിനുള്ള ആദര സൂചകമായിട്ട് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് അദ്ദേഹത്തിന്റെ മരണശേഷം റീനെയിം ചെയ്തു. എന്തായിട്ട് മാറി? വൈകുണ്ഠ മെഹത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ആയിട്ട് മാറി. വൈകുണ്ഠ മെഹത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, വൈകുണ്ഠ മെഹത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ആയിട്ട് മാറി. അതാണ് വാംനികോം. എവിടെയാണ്, എന്നാണ് ആരംഭിച്ചത്? ഏപ്രിൽ 1967. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? പൂനെയിലാണ് ഹെഡ്ക്വാർട്ടർ. പൂനെ. ഏപ്രിൽ 1967. ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? പൂനെയാണ്. അപ്പം ഏതൊക്കെ സ്ഥാപനങ്ങളുടെ മെർജ് ചെയ്താണ് വാംനികോം രൂപീകരിച്ചത്? നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഫോർ കൺസ്യൂമർ ബിസിനസ്സും കൂടെ മെർജ് ചെയ്തിട്ടാണ് ഏപ്രിൽ 1967 വാംനികോം രൂപീകരിച്ചത്. ഓക്കെ, എവിടെയാണ് ഹെഡ്ക്വാർട്ടർ? എവിടെയാണ്? പൂനെയാണ്. ഓക്കെ, വാംനികോം എന്ന് പറയുന്നത് അണ്ടർ ദ കൺട്രോൾ ഓഫ് NCCT, പ്രൊമോട്ടഡ് ബൈ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. NCCTക്ക് കീഴിൽ വരുന്ന സ്ഥാപനമാണ്. ഇതാരാ പ്രൊമോട്ട് ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇറ്റ്സെൽഫ് ആസ് ദ അപ്പെക്സ് സെന്റർ ഫോർ കോർപ്പറേറ്റീവ് മാനേജ്മെന്റ് ട്രെയിനിങ്, റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി നോട്ട് ഓൺലി ഇൻ ഇന്ത്യ. കേട്ടോ, ഇന്ത്യയിൽ മാത്രമല്ല. ഏതൊക്കെ ചെയ്യുന്നത്? കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ട്രെയിനിങ് ഉണ്ട്, റിസർച്ച് ഉണ്ട്, കൺസൾട്ടൻസി സർവീസ്. ഇന്ത്യയിൽ മാത്രമല്ല, പിന്നെന്താണ്? അതർ കൺട്രീസ് ഉണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ മറ്റ് രാജ്യങ്ങൾക്കും കോപ്പറേറ്റീവ് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഏത്? വാംനികോം. ഓക്കെ, എന്താണ് വിഷൻ ഓഫ് വാംനികോം എന്ന് പറയുന്നത്? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് വിഷൻ ഓഫ് വാംനികോം? ടു ബി ആൻ ഇന്റലക്ച്വൽ നെർവ് സെന്റർ ഫോർ
cooperatives, agriculture and rural development. To be an intellectual nerve center for cooperatives, agriculture and rural development. ആരുടെ വിഷൻ ആണെന്ന് എക്സാമിന് ചോദിച്ചാൽ the vision of dash is to be an intellectual nerve center for cooperatives, agriculture and rural development. ചോദിച്ചാൽ ആൻസർ വിഷൻ ഓഫ് വാംനികോം ആണ്. വാംനികോമിന്റെ വിഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഈ വിഷൻ ഇങ്ങനെ തന്നെ പഠിച്ചേക്കണം. To be an intellectual nerve center for cooperatives, agriculture and rural development in India. Okay, അത് വാംനികോമിന്റെ വിഷൻ ആണ്. Then വാംനികോമിന് 6 സെന്ററുകളുണ്ട്. 6 സെന്റർ. ഒന്ന് സെന്റർ ഫോർ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, CCM, സെന്റർ ഫോർ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. 2 സെന്റർ ഫോർ മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ, CME. 3 സെന്റർ ഫോർ ഇൻഫർമേഷൻ ടെക്നോളജി, CIT. 4 സെന്റർ ഫോർ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ. Then അടുത്തത് സെന്റർ ഫോർ ജെൻഡർ സ്റ്റഡീസും, അടുത്തത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, CNDP. അപ്പൊ ഇങ്ങനെ പ്രധാനമായിട്ടും എത്ര സെന്റർ ഉണ്ട്? എത്രയുണ്ട്? 6 സെന്ററുകളാണ് വാംനികോമിന് കീഴിലുള്ളത്. ഒന്നുകൂടെ പറയാം. 1 സെന്റർ ഫോർ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, 2 സെന്റർ ഫോർ മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ, 3 സെന്റർ ഫോർ ഇൻഫർമേഷൻ ടെക്നോളജി, 4 സെന്റർ ഫോർ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ, 5 സെന്റർ ഫോർ ജെൻഡർ സ്റ്റഡീസ്, 6 സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സെന്റർ ഷോർട്ട് ടൈം ഡ്യൂറേഷനുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് ഇവർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവരുടെ സെന്റർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലി. അവരുടെ ഷോർട്ട് ടൈം ട്രെയിനിങ് പ്രോഗ്രാം ഫോർ സീനിയർ ടോപ്പ് ലെവൽ ഒഫീഷ്യൽസ്, നോൺ ഒഫീഷ്യൽസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ആണ് കേട്ടോ. അപ്പൊ സീനിയർ ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടിയാണ് ഇത് വാംനികോം. ഓക്കെ, ഇനി ഇവരുടെ പബ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ പബ്ലിക്കേഷൻസ് ഓഫ് വാംനികോം? ഒന്ന് കോപ്പറേറ്റീവ് പെർസ്പെക്റ്റീവ്. ഏതാണ്? കോപ്പറേറ്റീവ് പെർസ്പെക്റ്റീവ് ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് വാംനികോം ആണ്. അടുത്തത് സഹവിദ്യ. സഹവിദ്യ അത് ഹിന്ദി മാഗസീൻ ആണ്. സഹവിദ്യ. അടുത്തതാണ് വാംനികോം ന്യൂസ് ലെറ്റർ ആണ്. ഇത്രയുമാണ് ഇവരുടെ പബ്ലിക്കേഷൻ. ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് ഏതാണ്? വാംനികോമിന്റെ പബ്ലിക്കേഷൻ ഏതാണ്? കോപ്പറേറ്റീവ് പെർസ്പെക്റ്റീവ്. അത് നമ്മുടെ എക്സാമിന് ചോദിച്ചതാണ്. കോപ്പറേറ്റീവ് പെർസ്പെക്റ്റീവ് ഇസ് ദ പബ്ലിക്കേഷൻ ഓഫ് ഏതാണ്? വാംനികോം ആണ്. ഇനി ഇവർ നടത്തുന്ന കോഴ്സുകളൊന്നും അറിഞ്ഞു വെച്ചേക്കണം. ഏതാണ്? PG ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, കോപ്പറേറ്റീവ് ബിസിനസ് മാനേജ്, DCBM എന്ന് പറയും. ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് ബിസിനസ് മാനേജ്, അത് PG ഡിപ്ലോമയാണ് കേട്ടോ. ഡിപ്ലോമ കോഴ്സ് ഇൻ കോപ്പറേറ്റീവ് ബിസിനസ് മാനേജ്മെന്റ്, DCBM is the highest cooperative degree given by ഏതാണ്? വാംനികോം ആണ്. 36 ആഴ്ച വരുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഏത്? ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് ബിസിനസ് മാനേജ്മെന്റ്, DCBM. Okay, വാംനികോം also provide training to senior service personnel from cooperative institute and cooperative department. നമ്മൾ പഠിച്ചാണ്. ഇവർ കൊടുക്കുന്നത് ഇതൊരു സീനിയർ ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. സീനിയർ ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സീനിയർ സർവീസ് പേഴ്സണലിനാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. സീനിയർ ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെയും സീനിയർ ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഏത്? വാംനികോം. അപ്പൊ ഇതാണ് അപ്പെക്സ് ലെവലിൽ നമ്മൾ വാംനികോമിനെ കുറിച്ച് പറയാനുള്ളത്. വാംനികോമിന്റെ ആ ഒരു എവല്യൂഷൻ ഒന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. വർഷം ഇമ്പോർട്ടന്റ് ആണ്. ഏപ്രിൽ 1967, ഹെഡ്ക്വാർട്ടർ പൂനെയാണ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ സ്ഥാപനങ്ങൾ മെർജ് ചെയ്താണ് രൂപീകരിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് കോളേജ് 1947, പ്രൊവിൻഷ്യൽ കോളേജ്, പ്രൊവിൻഷ്യൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1918, സ്റ്റാർട്ടഡ് ബൈ LM ജോഷി, VL മെഹത്ത. ആ ഒരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കണം. നമ്മുടെ എക്സാമിന് ചോദിച്ച ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ ഇനി മിഡിൽ ലെവലിലേക്ക് നമ്മൾ വരുന്നു. മിഡിൽ ലെവൽ ഏതാണ്? RICM, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. RICM, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റും ICM ആണ് മിഡിൽ ലെവൽ വരുന്നത്. ഇതില് നോക്കിക്കേ, ഇന്ത്യയില് 5 RICM ഉണ്ട്. 5 RICM-ഉം 14 ICM-ഉം ഉണ്ട് കേട്ടോ. 5 RICM-ഉം 14 ICM-ഉം, അങ്ങനെ ടോട്ടൽ 19 എണ്ണം. ടോട്ടൽ 19 കേട്ടോ. 19 എണ്ണം.
19. ഇതില് RICM എവിടേക്കാണ് നോക്കിയേ? ഒന്ന് ചണ്ഡീഗഡ് ആണ്. ഒന്ന് എവിടെയാണ്? ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡിലാണ് ഒരു RICM. 1956 ഇത് ആരംഭിക്കുന്നത്. ചണ്ഡീഗഡിൽ 1956 ആരംഭിക്കുന്നു. അറ്റ് സാംഗ്രൂർ ആയിരുന്നു ഇത് ആരംഭിച്ചത്. ദെൻ പിന്നീട് ഇതിന്റെ പേര് മാറി കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് ആയി. എന്നിട്ട് പട്യാലയ്ക്ക് ഷിഫ്റ്റ് ചെയ്തു. ദെൻ 1973 ഇപ്പോൾ ചണ്ഡീഗഡിലായത്. 1973. ഓക്കെ. ദെൻ ഇത് RICM ആയത് 1996. RICM ചണ്ഡീഗഡിലെ RICM ആയത്, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ചണ്ഡീഗഡ് ആയത് 1996. അപ്പൊ ജസ്റ്റ് ഇത്രയൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം 5 RICM ഉണ്ട്. ഒന്ന് എവിടെയാണ്? ചണ്ഡീഗഡ് ആണ്. 2 ബാംഗ്ലൂരാണ്. 2 എവിടെയാണ്? ബാംഗ്ലൂരാണ്. 1962 ബാംഗ്ലൂർ ആരംഭിക്കുന്നത്. ഓക്കെ. ഇനീഷ്യലി ബാംഗ്ലൂർ RICM ഉദ്ദേശം എന്ന് പറയുന്നത് മൈസൂറും കേരളത്തിലെയും റിക്വയർമെന്റിന് വേണ്ടിയിട്ടാണ് ബാംഗ്ലൂർ ആരംഭിച്ചത്. ഇത് NCCT അപ്ഗ്രേഡ് ചെയ്തത് ഇപ്പൊ ഈ ലെവലിലേക്ക് RICM ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തത് 1995. ബാംഗ്ലൂരിലുണ്ട് RICM കേട്ടോ. അടുത്തത് കല്യാണിയിലാണ്. കല്യാണി നാദിരയൊക്കെ എവിടെയാണ്? കല്യാണിയും നാദിരയൊക്കെ വെസ്റ്റ് ബംഗാളാണ് കേട്ടോ. കല്യാണി വെസ്റ്റ് ബംഗാളിലുണ്ട് RICM. വെസ്റ്റ് ബംഗാളാണ് കേട്ടോ. കല്യാണി വെസ്റ്റ് ബംഗാൾ. It is known as നേതാജി സുഭാഷ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1956 തന്നെയാണ്. 1956 കേട്ടോ. എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് RICM ആയിട്ടല്ല, കോപ്പറേറ്റീവ് കോളേജ് ആയിട്ടായിരിക്കും. ഓക്കെ. അത് കല്യാണി വെസ്റ്റ് ബംഗാളാണ് ഒരു RICM. അടുത്ത ഗാന്ധിനഗർ ഗുജറാത്തിലെ RICM ഉണ്ട്. ഗാന്ധിനഗർ ഗുജറാത്ത് കേട്ടോ. ഗാന്ധിനഗർ ഉണ്ട്. പിന്നെ ഉള്ളത് എവിടെയാണ്? പാറ്റ്നയിലാണ്. പാറ്റ്നയിലാണ്. അങ്ങനെ 5 RICM എവിടെയൊക്കെയാണ്? ഒന്ന് ചണ്ഡീഗഡ്, ബാംഗ്ലൂര്, കല്യാണി, പിന്നെ എവിടെയാണ്? ഗാന്ധിനഗർ ഗുജറാത്ത്, പട്യാല. അങ്ങനെ 5 RICM ഉണ്ട് കേട്ടോ. 5 RICM ഉണ്ട്. മിഡിൽ ലെവലായിട്ടാ പറയുന്നത്. 5 RICM ഉണ്ട്. 14 ICM ഉണ്ട്. 14 ICM. ഓക്കെ. അതിൽ കേരളത്തിൽ 2 ഉണ്ട്. കേരളത്തിൽ എവിടെയൊക്കെയാണ്? കേരളത്തിൽ ICM എവിടെയൊക്കെയാണ്? ഒന്ന് തിരുവനന്തപുരം പൂജപ്പുരയും, തിരുവനന്തപുരവും. 2 പറശ്ശിനിക്കടവ് കണ്ണൂരുമാണ് കേട്ടോ. തിരുവനന്തപുരം പൂജപ്പുരയും പറശ്ശിനിക്കടവ് കണ്ണൂരുമാണ് കേരളത്തിലെ ICM. ഓക്കെ. 2 ICM കേരളത്തിലുണ്ട്. തിരുവനന്തപുരം പൂജപ്പുര, അതുപോലെ തന്നെ പറശ്ശിനിക്കടവ് കണ്ണൂരാണ്. മൊത്തം 14 ICM ഉണ്ട്. 14 ICM ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. നമുക്ക് 2 ഉണ്ട്. ഓക്കെ. ദെൻ അതിലെ ICM TVM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് തിരുവനന്തപുരവും കണ്ണൂരും ആർ ഫംഗ്ഷനിങ് ആസ് എ യൂണിറ്റ് ഓഫ് NCCT യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ICM തിരുവനന്തപുരം എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ICM എന്നാണ് 19th October 1976. 19th October 1976 ആണ് ICM തിരുവനന്തപുരം. ദെൻ ICM കണ്ണൂരാണ് യങ്ങസ്റ്റ് ICM-നെ കേട്ടാ. ICMസിലെ യങ്ങസ്റ്റ് ICM കണ്ണൂരാണ്. ICM കണ്ണൂര് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1992. യങ്ങസ്റ്റ് ICM കണ്ണൂരാണ് 1992. കണ്ണൂർ എവിടെയാണ്? പറശ്ശിനിക്കടവാണ്. മുത്തപ്പന്റെ നാട്ടിലാണ് കേട്ടോ. ഓക്കെ. ഇതാണ് ഏത് ലെവല്? മിഡിൽ ലെവൽ. ഓക്കെ. ജൂനിയർ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്റേഴ്സ് ആർ ഓൾസോ നോൺ ആസ് സബോർഡിനേറ്റ് ട്രെയിനിങ് സെന്റർ. എന്താണ്? ജൂനിയർ ട്രെയിനിങ് സെന്റർ ഉണ്ടല്ലോ JTC. അതിന് മറ്റൊരു പേരും കൂടിയാണ് ഏത്? സബോർഡിനേറ്റ് ട്രെയിനിങ് സെന്റർ എന്നും കൂടെ അറിയപ്പെടും. ഓക്കെ. ഇന്ത്യയിൽ ഏകദേശം 109ഓളം JTCs ഉണ്ട്. 109 JTCs ഉണ്ട്. ഇത് ആരാ നടത്തുന്നത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് കേട്ടോ. ഇവരുടെ അക്കാഡമിക് കരിക്കുലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. സംസ്ഥാന സഹകരണ യൂണിയൻ ആണ്. നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് ഇവരുടെ എന്ത് ഡിസൈഡ് ചെയ്യുന്നത്?
ഇവരുടെ കരിക്കുലം, അക്കാഡമിക് കരിക്കുലം, JTCയുടെ അക്കാഡമിക് കരിക്കുലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് അതാത് സ്റ്റേറ്റ് കോപ്പറേറ്റ് യൂണിയൻ ആണ്. അപ്പൊ ഇത് മാനേജ് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റ് യൂണിയൻ ആണ്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാക് സോഫ്റ്റ് 2000. പാക് സോഫ്റ്റ് 2000. പാക് സോഫ്റ്റ് 2000 എന്താണ് പാക് സോഫ്റ്റ് 2000? ഇത് തിരുവനന്തപുരം ICM ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. പാക് സോഫ്റ്റ് 2000 എന്ന് പറയുന്നത് തിരുവനന്തപുരം ICM ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു ഓൺലൈൻ ബാങ്കിങ് സോഫ്റ്റ്വെയർ ആണ്. ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന VB വിഷ്വൽ ബേസിക്കും SQL സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫോർ കമ്പ്യൂട്ടറൈസിംഗ് ദ അക്കൗണ്ട്സ് ഓഫ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്കൗണ്ടുകൾ കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ICM തിരുവനന്തപുരം ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് പാക് സോഫ്റ്റ് 2000. അത് പിന്നീട് ബഹുമാനപ്പെട്ട നമ്മുടെ ഗവൺമെന്റ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2001 മുതൽ ഉപയോഗിക്കാനുള്ള സർക്കുലർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 2001 മുതൽ പാക് സോഫ്റ്റ് 2000 2001 മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ആര് ഡെവലപ്പ് ചെയ്തതാണ്? ICM തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ വാംനികോമിനെ കുറിച്ചും റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ICM-നെ കുറിച്ചും അതുപോലെ തന്നെ ജൂനിയർ ട്രെയിനിങ് സെന്റർ, സബോർഡിനേറ്റ് ട്രെയിനിങ് സെന്ററിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ വ്യക്തമായിട്ട് കേൾക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.